പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ. ഉരുളെടുത്ത മണ്ണിൽ അതിജീവനത്തിന്റെ പാതയിലുള്ളവരുടെ അരികിലെത്തിയാണ് അദ്ദേഹം സാന്ത്വനം പകർന്നത്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉരുളുപൊട്ടിയെത്തിയ മുണ്ടക്കയിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ കുറച്ചുപേരുണ്ട്. അവർക്ക് സാന്ത്വനമാകുവാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശുപത്രിയിലേക്ക് എത്തിയത്. ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച 4 പേർ അവർ നമ്മളോടൊപ്പം, അതിൽ 2 പേർ നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ അതിജീവനത്തിൻ്റെ പാതയിലാണ്. നമ്മൾ ആദ്യ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത്രയധികം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. പ്രധാനമന്ത്രി എത്തി എന്തായിരുന്നു സംസാരിച്ചത്? അദ്ദേഹം ആദ്യം നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിച്ചു. ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയും. പിന്നെ തോള് തട്ടി ഒരാശ്വാസം വാക്കുപോലെ തോള് തട്ടി ഒപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ തോള് തട്ടി നമുക്കൊരു വിശ്വാസം വരുമല്ലോ, ഒരു ഊർജ്ജം. എങ്ങനെയായിരുന്നു, അതായത് അമ്മ തൻ്റെ മകനെ കാണാനാകുമോ എന്നുള്ളൊരു ഇതോടുകൂടി ആശുപത്രിയിലേക്ക് എത്തുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ്, പക്ഷേ പലരും ഇന്നും കാണാമറയത്താണ്. അതെ, പലരും എന്താ പറയുക, ഇപ്പോൾ ആ നാട്ടിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല. പക്ഷേ കുറേ ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇനി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ആ ഒരു നിമിഷങ്ങൾ ഇന്നും ഓർമ്മയിൽ നിൽക്കുകയാണ്. അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ മായാത്ത കാഴ്ചകളാണ്. അദ്ദേഹം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി. തോളിൽ തട്ടിയിട്ടുണ്ട്. കൂടെ ഉണ്ടാകുന്നൊരു വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും. തീർച്ചയായും അതുതന്നെയാണ്. അത്തരത്തിലൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇവിടെയുള്ള ഈ ആശുപത്രിയിൽ കിടക്കയിൽ ഉള്ള ശരീരമാസകലം മുറിവുമായി കിടക്കുന്നവർക്ക് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു നിമിഷം ഈ ആശുപത്രിയിൽ നിരവധി പേരാണ് ഇവരെ കാണുവാൻ വേണ്ടിയും എത്തുന്നത്. കാരണം ജീവിതവുമൊക്കെ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് ഈ ദുരന്ത മേഖലയിൽ. അവിടെ നിന്നുമാണ് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റൊരാളെന്ന് പറയുന്നത് അനിൽകുമാർ പ്രവാസ ലോകത്ത് നിന്നും തൻ്റെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി എത്തിയതാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഈ ഒരു ഉരുൾപൊട്ടൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് അറിയാം, അദ്ദേഹം നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ ഒരു നിമിഷം അദ്ദേഹത്തോടൊപ്പം പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രി എത്തി ആശ്വാസ വാക്കുകൾ പകർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. എന്തായിരുന്നു അദ്ദേഹം സംസാരിച്ചത്? സാറ് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. ആദ്യം എങ്ങനെയാണ് സംഭവിച്ചത് എല്ലാം ഞങ്ങൾ കണ്ടിട്ടാണ് വന്നതെല്ലാം നോക്കി എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടാവും. ആദ്യം ഭേദമാവണം, ഭേദമായിട്ട് പോകാൻ പറഞ്ഞത്. നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയും എൻ്റെ 2.5 വയസ്സ് കൊച്ചായിരുന്നു. അതെല്ലാം പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ലീവിന് വേണ്ടി വന്നായിരുന്നു. 1 മാസം എവിടെയായിരുന്നു വെച്ച് ഞാൻ പുറത്തായിരുന്നു എന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. 1 മാസം ലീവിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകാനുള്ള ഡേറ്റ് ആയിരുന്നു. അങ്ങനെ ആയിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ എല്ലാത്തിനും ഉണ്ടാവും, ഞാൻ ആദ്യം ഭേദമായിട്ട് വാ, ഡോക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നട്ടലിങ്ങനെ പൊട്ടിയതിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതായത് ഇനി ആ ഒരു നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ അതിങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് എനിക്ക് പോകില്ല. അത് എന്താ വെച്ചാൽ അതുപോലത്തെ ഒരു സംഭവം വരുന്നത് എന്നാലും നമ്മളെ കൺമുമ്പിൽ കാണുമായിരുന്നു. പുഴയിലൊക്കെ ഓരോരുത്തർ ഒലിച്ചു പോകുന്നത്, ആ ഒരു സൗണ്ടും കാര്യങ്ങളും എനിക്ക് ഇതുവരെ മറക്കാൻ പറ്റുന്നില്ല. ഇതിലൊരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ നമ്മളത് ആരാണെന്ന് തന്നെ നമ്മൾ പേടിച്ചു പോകും. അങ്ങനെ ഒരു സംഭവം വരുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ആയിരുന്നു അത് വന്നത് തന്നെ. അത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ ഞാനിവിടെ വർക്കായിരുന്നു. അതുപോലത്തെ ഒരു സംഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. കുറച്ചൊരു ഡിപ്രഷൻ ആയിരിക്കും അത്. കുഞ്ഞിനെ കാണാൻ വേണ്ടി എത്തിയതാണ്. അതെ, കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ട് 1 മാസം ലീവിന് വന്നത്. കറക്റ്റ് 1 മാസം ആകുമ്പോഴത്തേനും അന്നായിരുന്നു അത് പൊട്ടലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ആരോഗ്യനില? മുറിയും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. ബാക്കിൽ സ്റ്റിച്ച് ഇട്ടതുണ്ട്, അത് ക്യൂറാണ്. നട്ടലിന് പൊട്ടലുകൊണ്ട് ബെഡ് റെസ്റ്റ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായും അതുതന്നെയാണ്. ഈ മുറിവൊക്കെ മാറി തുടങ്ങിയെങ്കിലും ഉള്ളിലെ മുറിവ് അതുപോലെ തന്നെ നിൽക്കുകയാണ്. കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം. അതുപോലെ തന്നെ നിരവധി പേർ, 48 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ പലരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 പേരോട് പ്രധാനമന്ത്രി സംസാരിച്ചു. ഇതിൽ തന്നെ നിരവധി അനുഭവങ്ങൾ, അതായത് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു 8 വയസ്സുകാരി അവന്തിക എന്ന് പറയുന്ന കുട്ടി, അതോടൊപ്പം തന്നെ മറ്റൊരു വനിത, ഇവർക്കൊക്കെ തന്നെ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചു. എന്തായാലും ആ ഒരു സമയം ആശ്വാസം പകരുവാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഈ ആശുപത്രിയിലേക്ക് എത്തിയത്.